ഇനി വരാൻ പോകുന്നത് വെക്കേഷൻ ടൈമൊക്കെ അല്ലേ. ഓലപ്പീപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഓലയുടെ ഒരു ഇല എടുക്കുക. അതിൻ്റെ ഈർക്കിൽ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഇലയുടെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് ഈ കാണുന്നത് പോലെ തന്നെ ചെറിയൊരു ഭാഗം മതി, അത്രയും കട്ട് ചെയ്ത് എടുക്കുക. എടുത്തതിന് ശേഷം അതിനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ചെറുതായിട്ടെന്ന് സമമായിട്ട് രണ്ട് വശവും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ അതിനൊന്ന് ഫോൾഡ് ചെയ്ത് ഈ കാണുന്നത് പോലെ നിവർത്തുക. അതിനകത്തുകൂടെ വായുസഞ്ചാരം കടന്നു പോകാൻ പാകത്തിലായിരിക്കണം അതിനെ മറ്റൊരു നീളമുള്ള ഇലയെടുത്തിട്ട് അതിനെ ചുറ്റി വയ്ക്കേണ്ടത്. ഈ കാണുന്നത് പോലെ തന്നെ ചെറുതായിട്ട് അതിൻ്റെ ഇലയുടെ ഒരറ്റം കീറിയ ഭാഗം ഉള്ളിലാക്കിക്കൊണ്ട് ചുറ്റുക. പതിയെ ഒന്നിന് പുറത്തൊന്നായിട്ട് ചുറ്റി താഴേക്ക് കൊണ്ടുവരിക. നന്നായിട്ട് അതിനെ ചുറ്റി ഒരു ഇലയുടെ നീളത്തോളം, അതിൽ കൂടുതലും നമുക്ക് വേണമെങ്കിൽ ചുറ്റി വയ്ക്കാം. ഈ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അകത്ത് വായുസഞ്ചാരം, ഈ നമ്മൾ കീറി വെച്ച ഭാഗമില്ലേ, ആ ഭാഗത്തിനകത്ത് കൂടി വായുസഞ്ചാരം കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ലാതെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഊതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ സദാസമയം മൊബൈലിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കളികൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതൊരു പുതിയൊരു കാര്യമായിരിക്കും അത്. ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് ഇതൊന്നും ഇപ്പോഴും അറിയില്ല, ഇതൊക്കെ പണ്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തലമുറകളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് പോലെ ചുറ്റിയതിന് ശേഷം അതിൻ്റെ അഗ്രഭാഗം വീണ്ടും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നീളത്തിൽ ഈ ഇലയുടെ ഭാഗം കീറിയെടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റിലും ഒന്ന് കെട്ടി കൊടുക്കുക. നന്നായിട്ട് അഴിഞ്ഞു പോകാത്ത രീതിയിൽ അതിനെ ഒന്ന് കെട്ടി ബലപ്പെടുത്തി വയ്ക്കുക. നല്ലതുപോലെ വേണം കെട്ടേണ്ടത്. പെട്ടെന്ന് അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടി വയ്ക്കണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായ ഒരു ഓലപ്പീപ്പി റെഡിയായി എന്ന് പറയാം. ഓലപ്പീപ്പി റെഡിയായി എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കൂടി ശബ്ദം വരണം. കേട്ടോളൂ.